ഓക്കെ, നമുക്ക് മെയിൻ ആക്ടിവിറ്റിൻ്റെ ഓൺ ക്രിയേറ്റ് മെത്തേഡ് ഓവർറൈഡ് ചെയ്യാം. ഇനി സെറ്റ് കണ്ടൻറ്റ് എന്നതിലേക്ക് വേണം നമ്മുടെ കമ്പോസിബിൾ ഫങ്ഷൻ കോൾ ചെയ്യാനായിട്ട്. നമുക്കൊരു പുതിയ കമ്പോസിബിൾ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കൗണ്ടർ എന്ന് പറഞ്ഞ കമ്പോസിബിൾ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ അറ്റ് കമ്പോസബിൾ എന്ന് അനോട്ടേറ്റ് ചെയ്യുന്നു. അതിലേക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, കൗണ്ടർ വാല്യൂ ബൈ റിമെമ്പർ. അതൊരു മ്യൂട്ടബിൾ ഇൻ സ്റ്റേറ്റ് ഓഫ് വാല്യൂ ആകുന്നു. അതിനെ 0 ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ബൈയിലെ 2 ഇമ്പോർട്ട്സ് ഉണ്ട്, ഗെറ്റ് വാല്യൂ, സെറ്റ് വാല്യൂ. അത് ഇമ്പോർട്ട് ചെയ്തു. ഇനി കൗണ്ടർ ഫങ്ഷനകത്ത് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. ആ കോളത്തിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. മോഡിഫയർ ഡോട്ട് മാക്സ് ഫിൽ മാക്സ് സൈസ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് മാക്സിമം സൈസ് ആ കോളം യൂട്ടിലൈസ് ചെയ്യുന്നു, സ്ക്രീനിൻ്റെ മാക്സിമം സൈസ്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് കോളത്തിലെ അറേഞ്ച്മെൻറ്റും അലൈൻമെൻറ്റും. അതായത് വെർട്ടിക്കലി ഹൊറിസോണ്ടലി അതിനകത്തുള്ള കണ്ടൻറ്റ് എങ്ങനെ അലൈൻ ചെയ്യണം. ഫസ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, അതിന് അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ ഹൊറിസോണ്ടലി എന്നും, വെർട്ടിക്കൽ അലൈൻമെൻറ്റ് അതിൽ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് എന്നത് അറേഞ്ച്മെൻറ്റ് ഡോട്ട് സെൻറ്റർ അറേഞ്ച്മെൻറ്റ് ഡോട്ട് സെൻറ്റർ എന്നും കൊടുത്തു. ഇനി അതിനകത്ത് കോളത്തിനകത്ത് ഫസ്റ്റ് നമുക്കൊരു ടെക്സ്റ്റ് UI ചെയ്യാം. അതിനായി നമ്മൾ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ടെക്സ്റ്റിന് ഒരു വാല്യൂ കൊടുക്കാൻ പോകുന്നു. അതായത് ടെക്സ്റ്റിന് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന വാല്യൂ അപ്ഡേറ്റ് എന്നൊരു വാല്യൂ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്ഡേറ്റ്. ഓക്കെ, അതിനുശേഷം ഒരു സ്പേസർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. സ്പേസർ അതൊരു മോഡിഫയർ ഡോട്ട് ഹൈറ്റ് നമുക്ക് ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നു. ഈ സ്പേസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ടെക്സ്റ്റ് വ്യൂവിനും അതിന് താഴത്തുള്ള നെക്സ്റ്റ് വരാൻ പോകുന്ന UIക്കും ഇടയിലൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഇതിന് താഴത്തൊരു ബട്ടൺ സ്പെസിഫൈ ചെയ്യാം. ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ബട്ടൺ, അതിനകത്ത് ഒരു ഓൺ ക്ലിക്ക് മെത്തേഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ആ ഓൺ ക്ലിക്ക് മെത്തേഡിനകത്ത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത കൗണ്ടർ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ബട്ടനൊരു നെയിം വേണം. അതിനായിട്ട് നമ്മൾ അപ്ഡേറ്റ് എന്നൊരു വാല്യൂ കൊടുക്കുന്നു. ഇതായിരിക്കും ആ ബട്ടൻ്റെ നെയിം. ഓക്കെ, ഇനി ഈ ബട്ടന് താഴെ നമുക്ക് നെക്സ്റ്റ് ഒരു ബട്ടൺ കൂടി വേണം. അതിന് മുമ്പ് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു സ്പേസറോടെ ആഡ് ചെയ്യാം. അതായത് ഈ ബട്ടന് താഴെ അപ്ഡേറ്റ് എന്ന ബട്ടൺ താഴത്ത് ഒരു സ്പേസർ ആഡ് ചെയ്യുന്നു. അതിന് ശേഷം വേണം നമുക്ക് അടുത്തൊരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്പേസർ അതിൻ്റെ പ്രോപ്പർട്ടി മോഡിഫയർ ഡോട്ട് ഹൈറ്റ് സ്പെസിഫൈ ചെയ്തു. നമുക്കിവിടെ ഒരു 20.dp കൊടുക്കാം. ഓക്കെ, ഇനി അതിന് താഴെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓൺ ക്ലിക്ക് മെത്തേഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൗണ്ടർ വാല്യൂ നമ്മൾ റീസെറ്റ് ചെയ്യുന്നു, 0യിലേക്ക് റീസെറ്റ് ചെയ്യുന്നു. അതിനൊരു നെയിം കൊടുക്കുന്നു, അതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കുന്നു. ആ ടെക്സ്റ്റിന് നമ്മൾ വാല്യൂ കൊടുക്കും, റീസെറ്റ്. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ബട്ടൺ ഒരു കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ
പാസ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഒരു ഇഫ് കണ്ടീഷൻ, അതിനകത്ത് കൗണ്ടർ വാല്യൂ 0-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം റീസെറ്റ് ബട്ടൺ നമുക്ക് വിസിബിൾ ആക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ഇനി ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കൗണ്ടർ ഫംഗ്ഷൻ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രിവ്യൂ ചെയ്യാനായിട്ട് @preview എന്ന് അനോട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ഷോ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു പ്രോപ്പർട്ടി ട്രൂ ആക്കുക. ഇനി കൗണ്ടർ ഫംഗ്ഷൻ സെറ്റ് കണ്ടൻറ്റിനകത്ത് കോൾ ചെയ്യുക. ഇനി സൈഡിൽ ഇവിടെ സ്പ്ലിറ്റ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബിൽഡ് ആൻഡ് റിഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് അത് ബിൽഡ് ആൻഡ് റിഫ്രഷ് ആയി ഇത് അപ്ഡേറ്റ് ആയി. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആയി 1 ആയി. ഇപ്പോൾ 2, 3, 4, 5 ആൻഡ് റീസെറ്റ് 0 ആയി. ജസ്റ്റ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. 0 ആയി.